ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ബൈക്ക്, കാറിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രേക്ക് പാഡ് വിൽക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് ബ്രാൻഡ് ഇന്ന് ഇന്ത്യയിൽ 600 കോടി ടേൺ ഓവർ ഒരു വർഷത്തിൽ വാർഷിക വരുമാനത്തിൽ ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിലല്ല എന്നുള്ളതും അവരുടെ പ്രോഡക്റ്റുകൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും വിറ്റഴിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനൊരു ബിസിനസ് ആശയം കേരളത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു ബിസിനസ്സിന് വേണ്ട ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്മോൾ മാനുവൽ യൂണിറ്റ് ആണെങ്കിൽ 5 ലക്ഷം രൂപ വരെ മതി. അത് ഒരു സെമി ഓട്ടോമാറ്റിക് ആക്കുമ്പോൾ 12 ലക്ഷം. പിന്നീട് നമുക്ക് വലിയ രീതിയിലേക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് വലിയ ക്വാണ്ടിറ്റി ലാർജ് സ്കെയിലേക്ക് ആക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് വരും. ഇതിനുവേണ്ട മെഷീനറീസ് ടൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വേണ്ടത് ഹൈഡ്രോളിക് പ്രസ് മെഷീനാണ്. രണ്ടാമത് ബ്രേക്ക് ലൈനിങ്ങിനുള്ള കട്ടിംഗ് മെഷീൻ. മൂന്നാമത് ഇതിന് വേണ്ടിയിട്ടുള്ള പല വണ്ടികൾക്കും ബൈക്ക്, കാർ, ഓട്ടോക്കൊക്കെ വേണ്ടിയിട്ടുള്ള മൗൾഡുകൾ വേണം. പിന്നെ നമുക്കിത് ചൂടാക്കാനുള്ള ഓവൻ വേണം. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ചൂടാക്കാനുള്ള ഒരു ഓവൻ വേണം. പിന്നെ വേണം ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ലൈനിങ്ങിന്റെ ഷീറ്റ്സ് നമുക്ക് റെഡിമെയ്ഡ് കിട്ടും. ഓക്കെ, അത് വേണം. പിന്നെ നമുക്ക് അഡ്ഹസീവിനുള്ള റെസിന് വേണം. പിന്നെ നമുക്ക് സ്റ്റീലിന്റെ ബാക്കിംഗ് പ്ലേറ്റ്സ്, പിന്നെ റിബേർച്ച്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഇതിന്റെ റെസിന്റെ ഈ ഷീറ്റ്, ലൈനർ ഷീറ്റ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പുകളിലേക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമതിന് ബോണ്ടിങ് ചെയ്തിട്ട് റിവേർട്ടും ചെയ്ത് കണ്ട് സ്റ്റീൽ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് അതിന് ഹീറ്റ് ക്യൂറിംഗ് ചെയ്തിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇതിന്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ലോക്കൽ വർക്ക്ഷോപ്പുകൾ, ഗാരേജ്, ഹോൾസെയിലായിട്ട്, പിന്നെ സ്പെയർ പാർട്സിന്റെ ഡീലേഴ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അതുപോലെ വാട്സപ്പിൽ നമുക്ക് നമ്മളെ വാട്സപ്പ് ബിസിനസ് മോഡൽ അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റാഗ്രാം റീൽ വഴി ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു പാഡിനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 12 രൂപ മുതൽ 20 രൂപ വരെയാണ്. സെല്ലിംഗ് ആണെങ്കിൽ 35 രൂപ മുതൽ 70 രൂപ വരെ. അപ്പോൾ ഇങ്ങനെ വന്നാലും പ്രോഫിറ്റ് നമുക്ക് ഒരു പാഡിന് 15 രൂപ തൊട്ട് 40 രൂപ വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറിയ യൂണിറ്റ് ഇട്ടാൽ ലക്ഷങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ഒരു മാസത്തിൽ സമ്പാദിക്കാൻ വേണ്ടി പറ്റും. പിന്നീട് നമുക്ക് വളരെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസീവ് എന്നും ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ സ്കെയിലബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വേരിയൻസ്, കാർ, ഓട്ടോ, സ്കൂട്ടേഴ്സിൻ്റെ പല മോഡൽസിനുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇന്നും നമുക്ക് പുതിയ വേരിയൻസുകൾ ചെയ്തിട്ട് നമുക്ക് പുതിയ ലെവലിലേക്ക് തന്നെ സ്കെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വലിയ ഫ്ലീറ്റ് ഓണേഴ്സിന് 600, 700, 1000 കണക്കിനൊക്കെ വണ്ടികളുടെ വലിയ ടീമുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് GCC രാജ്യങ്ങളിലേക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓൺ കമ്പോണൻസിന്റെ ബ്രാൻഡിങ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾക്കായി നമ്മുടെ ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും ഈ ബിസിനസ്സിന് ഡീറ്റെയിൽസ്, ബിസിനസ് ഗൈഡിന് വേണ്ടിയിട്ട് BG എന്നും അതുപോലെ പേഴ്സണലൈസ് ആയിട്ടുള്ള ബിസിനസ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് 1-to-1 എന്നും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഇതിന് താഴെ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു.